അജീഷ്, ഈ രാജ്യാന്തര സമൂഹം അവരുടെ ഒരു പ്രതികരണം, അജീഷ് പറഞ്ഞ പോലെ തന്നെ ആദ്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിരുന്നു. എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണം എന്ന രീതിയിലായിരുന്നു അത്. രണ്ട്, തുർക്കിയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാൻ അനുകൂലമായി തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗൻ പ്രസ്താവന നടത്തിയിരുന്നു. എങ്കിലും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മീഡിയേഷൻ ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് വന്നു. അതിനുശേഷം ഇപ്പോൾ G7 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു സുരക്ഷിതമാക്കണം ഈ മേഖല, രണ്ട് രാജ്യങ്ങളും ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കണം എന്ന രീതിയിലുള്ള പ്രസ്താവന വന്നു. ഇപ്പോൾ സിംഗപ്പൂരും അതേപോലെ തന്നെ അവരെ ഏറ്റവും അധികം ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ആക്രമണത്തിൽ നിന്ന് മാറി നിൽക്കണം, എത്രയും വേഗം മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണിപ്പോൾ സിംഗപ്പൂർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അജീഷ്, മുൻപ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ രാജ്യാന്തര സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന് നൽകുന്ന ആ ഒരു ധനസഹായം, ആ ധനസഹായം ഇന്നലെ IMF-ൽ നിന്ന് 2 ധനസഹായങ്ങളാണ് പാകിസ്ഥാന് ലഭിച്ചത്. ഒന്ന്, അവർക്ക് വായ്പ നൽകുന്നതിന്റെ ഒരു ഗഡു കൊടുത്തിരിക്കുന്നു. 2, കാലാവസ്ഥയെ പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ നിയന്ത്രിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾക്ക്, പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരതയിലേക്ക് മാറ്റുന്നതിനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ഫെബ്രുവരി 25, 2025 ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് $397 മില്യൺ പാകിസ്ഥാന് F-16 വിമാനങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഒരു വശത്ത് പാകിസ്ഥാനെതിരാണ് എന്ന് പറയുമ്പോൾ തന്നെയും മറുവശത്തുകൂടി ഇത്തരത്തിൽ ഉള്ള സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ആ സഹായം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യമാണ് ഇന്ത്യ പലപ്പോഴും ഉയർത്തിക്കൊണ്ടിരുന്നത്. പലപ്പോഴും അത് ഭീകരവാദ ഫണ്ടിങ്ങിലേക്ക് പോകുന്നു എന്ന ചോദ്യം ഉയർത്തി. ഇന്നലെ നമ്മുടെ പ്രസ്താവന IMF-ൽ ഉണ്ടായതും അങ്ങനെ തന്നെയായിരുന്നു. ഈ പാകിസ്ഥാൻ IMF-ൽ നിന്ന് ഈ ധനസഹായം വാങ്ങി തുടങ്ങുന്നത് അത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടല്ല, അത് പതിറ്റാണ്ടുകളായി തുടരുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക ശേഷി ഭദ്രമല്ല, അതുകൊണ്ട് തന്നെ IMF-ൽ നിന്ന് പലതവണയായി ധനസഹായം സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലടക്കം, കഴിഞ്ഞ IMF-ന്റെ മീറ്റിംഗിലടക്കം ഇന്ത്യ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ പാകിസ്ഥാന്റെ ഭരണം അത് ഒരിക്കലും സുസ്ഥിരമായിരുന്നില്ല. അവിടുത്തെ സാമ്പത്തിക രംഗത്ത് വലിയ സ്വാധീനം നടത്തുന്നുണ്ട്. പല ബിസിനസ്സും കൈകാര്യം ചെയ്യുന്നത് ആർമിയുടെ തലവന്മാരാണ്. ഇത്തരത്തിലടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യ ഈ IMF-ന്റെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ധനസഹായം നൽകുന്നത് കൂടുതലും പോകുന്നത് ഈ ആർമിയുടെ കയ്യിലാണ്, ആർമിയുടെ നേതൃത്വത്തിലിരിക്കുന്ന കയ്യിലാണ്. ഈ ആർമിയാണ് പാകിസ്ഥാന്റെ അകത്ത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ വളർത്താൻ സഹായിക്കുന്നത്. അത് ഇന്ത്യയുടെ അതിർത്തി കടന്ന് ആക്രമണം നടത്താനാണ് ഇവരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം ധനസഹായങ്ങളൊക്കെ തന്നെ ചെല്ലുന്നത് ഇത്തരം ഗ്രൂപ്പുകളുടെ കയ്യിലാണെന്നായിരുന്നു ഇന്ത്യ തെളിവുകൾ സഹിതം IMF-ന്റെ യോഗത്തിലടക്കം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ IMF-ഉം അതേപോലെ തന്നെ ചില അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പല ഘട്ടങ്ങളിലായി പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്നു. ഈ പണം ഉപയോഗിച്ച് തന്നെയാണ് ഇവർ ആയുധങ്ങളും വാങ്ങുന്നതും ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ തീറ്റിപ്പോറ്റിയിരുന്നതും എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. തെളിവുകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് പാകിസ്ഥാന്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള നിരോധിച്ച പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വിവരം കിട്ടിയത്. മാത്രമല്ല FATF, അതായത് പാകിസ്ഥാനെ ഒരു ഘട്ടത്തിൽ ഈ തീവ്രവാദ വിരുദ്ധ ഒരു രാജ്യമായി പോലും പ്രഖ്യാപിച്ചിരുന്നത്. വളരെ അടുത്ത കാലത്താണ് ആ ഒരു തീരുമാനത്തിൽ നിന്ന് അങ്ങനെ ഒരു പേര് FATF അത് പിൻവലിക്കുക പോലും ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന്റെ യഥാർത്ഥ രൂപം ഇന്ത്യ പലതവണ വരച്ചു കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും പക്ഷേ ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ സംഘർഷം തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സംഘർഷം അയവ് വരുത്തണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. കാരണം ഈ രണ്ട് വലിയ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു സംഘർഷം, അത് വലിയ രണ്ട് ന്യൂക്ലിയർ ശക്തികളായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന സംഘർഷം ലോകത്തിലെ ഒരു രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒട്ടും നല്ലതല്ല. സ്വാഭാവികമായിട്ടും ഈ സംഘർഷം കൂടുതൽ വഷളാകുന്നത് കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇത് അയവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതും. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ G7 കൺട്രീസ് അടക്കം ഇത്തരത്തിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. കാരണം ഈ പഹൽഗാം ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ ഒരു മറുപടി എന്നോളമാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങൾ അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ആദ്യ ദിവസം ഉണ്ടായ ഒരു പ്രതികരണം അത് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളായിരുന്നു. പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ടും ചെറുക്കാൻ സാധിച്ചിരുന്നു. ഇന്ത്യയുടെ ഒരു സൈനിക കേന്ദ്രങ്ങളിലും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നും തന്നെ പാകിസ്ഥാന്റെ ഡ്രോണുകൾക്ക് പതിക്കാനായിരുന്നില്ല. അതെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം വഴി തടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി മുതൽ നമ്മൾ കാണുന്നത് തുടർച്ചയായി പല മേഖലകളിൽ സാധാരണക്കാരുടെ
അവരുടെ വീടുകളിലടക്കം കെട്ടിടങ്ങളിലടക്കം പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നു എന്നാണ്. അത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പാകിസ്ഥാന്റെ ആക്രമണ രീതി മാറ്റി എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായിട്ടും ഇക്കാര്യങ്ങളടക്കം വിശദീകരിക്കാനായിരിക്കും വാർത്താ സമ്മേളനം അടക്കം വച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം തുടരെ യോഗങ്ങൾ ചേർന്നിരുന്നു. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും ആയിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാത്രമല്ല ഇന്ത്യയുടെ വ്യോമ കര നാവികസേന മേധാവിമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സോ എന്തായിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള ഒരു സ്ട്രാറ്റജി എന്ന് അറിയാൻ എല്ലാവരും വലിയ ആകാംക്ഷയോടെ ഈ ജനവാസ മേഖലകൾ ആദ്യം സൈനിക കേന്ദ്രങ്ങൾ ഈ പറയുന്നത് പോലെ ലേ മുതൽ സിർക്രീക്ക് വരെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നു. അതിനുശേഷം ജനവാസ മേഖലകൾക്ക് അടുത്ത് ആക്രമണം നടത്തുന്നു. ജനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഒരു ദിവസം പെട്ടെന്ന് അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്ത് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പല ഏരിയകളിലെയും ആളുകൾ, അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായി ജനങ്ങൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ വിമാനത്താവളങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുന്നു. ജമ്മുവിനടുത്ത് ശ്രീനഗർ വിമാനത്താവളത്തിനടുത്തൊക്കെ സ്ഫോടന ശബ്ദം കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മാസം 9 മുതൽ 14 വരെ രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കുന്നു എന്നുകൂടിയാണ്. അത് അധംപൂർ, അംബാല, അമൃത്സർ, അവന്തിപ്പൂർ, ബട്ടിണ്ട, ഭുജ്, ബിക്കാനീർ, ചണ്ഡീഗർ, ഹൽവാര, ഹിൻഡൻ, ജയ്സാൽമർ, ജമ്മു, ജാംനഗർ, ജോധ്പൂർ, കണ്ട്ല, കാംഗ്ര, കെഷോദ്, കിഷാൻഗർ, കുലു മനാലി, ലേ, ലുധിയാന, മുണ്ട്ര, നാളിയ, പത്താൻകോട്ട്, പട്യാല, പോർബന്ദർ, രാജ്കോട്ട്, സർസവ, ഷിംല, ശ്രീനഗർ, തോൾസെ, ഉത്തർകായ് ഇത്രയും വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത്. 9 മുതൽ 14 വരെ ഈ വിമാനത്താവളങ്ങൾ അടച്ചിട്ടിരിക്കും എന്ന ആ ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ അജീഷ്. കഴിഞ്ഞ രാത്രി വന്ന വിവരമാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ 26 മേഖലകളിലാണ് ആക്രമണം നടത്തിയത്. അത് എല്ലാം ഇന്ത്യ ആക്രമണങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകി എന്ന വിവരവും നമുക്ക് തത്സമയം ലഭിക്കുന്നുണ്ട്. പലയിടങ്ങളിലും, അതായത് ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖയ്ക്കടുത്ത് പലയിടങ്ങളിലും ഇടവിട്ട് വെടിയൊച്ച കേൾക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആദ്യം വരുന്നത്, പുലർച്ചെ വരുന്നത് പലയിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് എന്ന വാർത്തയാണ്. ജനങ്ങളോട് വളരെ പുലർച്ചെ, അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം അതിൽ പല ഇടങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടുവെന്ന വാർത്ത വരുന്നു. പലയിടങ്ങളിലും വീണ്ടും ആക്രമണ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് സൈന്യം കൃത്യമായ തിരിച്ചടി അതേസമയം കൊടുക്കുന്നു എന്ന വാർത്ത വരുന്നു. രജൌരിയിലും അഖ്നൂരിലും ജമ്മുവിലുമൊക്കെയാണ് ഇത്തരത്തിൽ രാവിലെ ബ്ലാക്ക് ഔട്ട്. ജമ്മുവിലൊരു സൈറൻ കേട്ടു. അതിനുശേഷം ശ്രീനഗറിലും ഉധംപൂരിലും ഒക്കെയായി സ്ഫോടന ശബ്ദം കേട്ടു എന്ന വാർത്തയും വന്നു. അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, പുതിയ വിവരങ്ങൾ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത്, അതായത് അതിർത്തിയിൽ ഒരു പാക് പോർ വിമാനം വെടിവെച്ചിട്ടു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് പാകിസ്ഥാന്റെ പോർ വിമാനമല്ല, അത് മിസൈൽ, പാകിസ്ഥാൻ തൊടുത്ത മിസൈലാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം വഴി അത് തകർത്തത് എന്നാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്നത്. അതായത് പൂഞ്ചിലായിരുന്നു പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നത്. അതായിരുന്നു ഇന്ത്യ ചുരുത്തത്. എന്തായാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന സ്ഥലങ്ങളിലും ഒപ്പം തന്നെ സിവിലിയൻസിന്റെ ഏരിയകളും പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ തുടർച്ചയായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. സാധാരണ രാത്രിയിലായിരുന്നു ഈ കൂടുതൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. രാവിലെ ഇതെല്ലാം ഒന്ന് തണുത്ത് അടുത്ത ഘട്ട നീക്കത്തിനായിട്ട് 2 സൈനിക വിഭാഗങ്ങളും മാറുന്നതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ രാത്രിയിൽ നിന്ന് മാത്രമല്ല പകലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് രാവിലെയും നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെയല്ല, ഇന്ന് രാവിലെയും ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ വ്യോമ ആക്രമണങ്ങളും ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങളും കര വിഭാഗം വഴിയുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഷെല്ലാക്രമണവും ആക്രമണങ്ങളും ആർട്ടിലറി വിഭാഗങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും നടക്കുമ്പോൾ അതെല്ലാം ഒരു ഭാഗത്ത് കരസേനയും വ്യോമസേനയും അവരുടെ മാർഗങ്ങൾ ഉപയോഗിച്ച് തടയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറി കേൾക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തു
പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഈ ജലന്ധറിൽ പഞ്ചാബിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സ്ഥലത്ത്, അത് ചില ഭാഗങ്ങൾ പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്ത് ജലന്ധർ എന്നാണ്, ജലന്ധറിലെ ഗ്രാമീണ മേഖലകളിൽ അവിടുത്തെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചില ഭാഗങ്ങൾ, എനിക്ക് തോന്നുന്നു മിസൈലിന്റെയൊക്കെ ഡ്രോണിന്റെയൊക്കെ ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസി പുറത്തുവിടുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അവിടുത്തെ ഗ്രാമീണരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് രാവിലെ ആണ് അതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി തുടർച്ചയായിട്ട് ഈ അതിർത്തി പങ്കിടുന്ന പല പ്രദേശങ്ങളിലും ആക്രമണം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല ജമ്മുവിലെ ശ്രീനഗർ മേഖലകളിലൊക്കെ തന്നെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും സ്ഫോടനം നടക്കുന്നുണ്ട്. അതിന്റെ വിവരങ്ങളടക്കം ജമ്മുവിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ തുടർച്ചയായി പാകിസ്ഥാൻ ഈ ആക്രമണം ഇപ്പോഴും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയിൽ മാത്രമായിരുന്നു ആക്രമണമെങ്കിൽ അത് രാവിലേക്കും അത് തുടരുകയാണ്. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ ഏതാണ്ട് 26 സ്ഥലങ്ങളാണ് ഇന്നലെ രാത്രി ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം തന്നെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയിരുന്നു. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ നീക്കത്തെ ഇന്ത്യ ശക്തമായി ചെറുക്കുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം നേരത്തെയൊക്കെ ആക്ടിവേറ്റ് അല്ലാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഇനി ഇന്ത്യയുടെ തുടർ നീക്കം എന്താണ്? ഈ അന്താരാഷ്ട്ര മറ്റു രാജ്യങ്ങളുടെയൊക്കെ സമ്മർദ്ദം വഴി പാകിസ്ഥാൻ ഈ ആക്രമണം അവസാനിപ്പിക്കുമോ, അതോ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചാൽ പാകിസ്ഥാന്റെ പല എയർബേസുകളും ഇതിനോടകം തന്നെ ഇന്ത്യ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതെല്ലാം ഡ്രോൺ ആക്രമണം വഴിയാണ് ഈ എയർബേസുകളൊക്കെ തകർത്തിട്ടുള്ളത്. എന്തായാലും പാകിസ്ഥാന്റെ ആക്രമണം ഇന്ത്യ ശക്തമായി ചെറുക്കുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാന് ഉള്ളിൽ കയറി ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരേക്കും പാകിസ്ഥാന് ആശ്വാസകരമായിട്ടുള്ള ഒന്നും തന്നെ നടന്നിട്ടില്ല. അവർ കഴിഞ്ഞ 2 ദിവസമായി തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും തന്നെ വിജയം കാണുന്നില്ല. അതെല്ലാം ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി ചെറുക്കുന്നുണ്ട്. മാത്രമല്ല ശക്തമായ തിരിച്ചടിയും ഒരു ഭാഗത്ത് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഡൽഹിയിലൊക്കെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളങ്ങളിലുമൊക്കെ വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ, ക്രിസ്റ്റീന പറഞ്ഞതുപോലെ 32 വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടത്. ഇതെല്ലാം തന്നെ ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ബ്ലാക്ക് ഔട്ടും സൈറൻ മുഴങ്ങലും കാരണം പല വിമാനത്താവളങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ഇന്നലെ രാത്രിയിലൂടെ ഇത് വീണ്ടും വഷളായ ഒരു സാഹചര്യത്തിലാണത് 15-ാം തീയതി വരെ അടച്ചിടാനായി എയർപോർട്ട് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ പൂർണ്ണമായും 32 വിമാനത്താവളങ്ങളിൽ നിന്ന് ഒരു സർവീസും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ഇതിന് അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം തടസ്സപ്പെടാതിരിക്കാൻ കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകളടക്കം ഇന്ത്യൻ റെയിൽവേ തുടങ്ങിയിട്ടുണ്ട്. ജമ്മുവിൽ നിന്നും പഞ്ചാബിൽ നിന്നടക്കം കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുക്കി അവരുടെ ജീവിതം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യൻ റെയിൽവേ ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. അങ്ങനെ ഈ വ്യോമ ഗതാഗതം മാത്രമാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആക്രമണങ്ങൾ ഇപ്പോഴും പല സ്ഥലത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്റ്റീന.